നമസ്കാരം. സർഗോത്സവ വേദിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ചടങ്ങ് ആരംഭിക്കാനുള്ള സമയമായി. സംഘാടക സമിതിയിൽ ഉള്ള ആളുകളെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജഗദീഷ്, ദേവദാസ് മാര, വിജി ജോൺ, രാജീവൻ, സുരേഷ് ബാബു, വിനയൻ, രാധാകൃഷ്ണൻ, അതോടൊപ്പം മൈസ്മി CEO മുസ്തഫ. നമ്മളുടെയൊക്കെ അമ്മമാരെ ഓർത്തുകൊണ്ട് നമുക്ക് ഇന്നിവിടെ എത്തിച്ചേർന്ന നമ്മുടെ കൂട്ടത്തിലുള്ള രണ്ട് അമ്മമാരെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അവർ നിലവിളക്ക് കൊളുത്തി ഈ സർഗോത്സവം ഉദ്ഘാടനം ചെയ്യുന്നു. വേദിയിലേക്ക് ശ്രീമതി ഗിരിജ ശ്രീധരൻ, ശ്രീമതി ശാന്താദേവി എന്നിവരെ ക്ഷണിക്കുന്നു. അതോടൊപ്പം മറ്റ് സംഘാടക സമിതി അംഗങ്ങളും നിലവിളക്ക് കൊളുത്താൻ പങ്കെടുക്കും. ഒരു പ്രാർത്ഥനാഗാനം ആലപിക്കുന്നതിനായി ശ്രീമതി സുസ്മിത ജഗദീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമാമ്യഹം നമാമ്യഹം കലാദേവതേ നമാമ്യഹം ശ്രുതിയായി ലയമായി നാദമായി വിളങ്ങു നീ ദ്രുതവും അനുദ്രുതവും ഭാവരാഗതാളമേളലയവും സംഗമിക്കുമീ വേദിയെ ധന്യമാക്കൂ ധന്യമാക്കൂ. നമാമ്യഹം നമാമ്യഹം കലാദേവതേ നമാമ്യഹം. ധ്വനി തരംഗങ്ങളുടെ സമ്മേളനങ്ങൾക്ക് കാതോർത്ത് നിൽക്കുന്ന നിങ്ങളുടെ മുമ്പിലേക്ക് നൂപുരധ്വനികളുടെ ഒരു സംഗമം ഒരുക്കുകയാണ്. ആദ്യമായി രംഗപൂജ. കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം. ഓം ഗണാനാം ത്വാ ഗണപതിഗും ഹവാമഹേ കവിം കവീനാമുപമശ്രവസ്തമം ജ്യേഷ്ഠരാജം ബ്രഹ്മണാം ബ്രഹ്മണസ്പദ ആനശൃണ്വന്നോതിഭിः സീദസാദനം.
गुरुदेवो महेश्वरा गुरु साक्षात् परब्रह्म तस्मै श्री गुरवे नमः। മനസ്സിലുണരൂ ഉഷസന്ധ്യയാ മായാമോഹിനി സരസ്വതി മനസ്സിലുണരൂ ഉഷസന്ധ്യയാ മായാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയിൽ നാഗസദസിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പുമീ നവരാത്രിയിൽ മനസ്സിലുണരൂ ഉഷസന്ധ്യയാ നവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നവമോഹങ്ങൾ നർത്തനം ചെയ്യുന്ന നാദമനോഹര ലയരാവിൽ നിന്മന്ദഹാസമാ ബോധനിലാവിൽ എൻമന കണ്ണുകൾ വിടരട്ടെ മനസ്സിലുണരൂ ഉഷസന്ധ്യയാ പുസ്തകരൂപത്തിൽ ആയുധരൂപത്തിൽ പുണ്യവതി നിന്നെ കൈതൊഴുന്നേ വീര്യമായി ആത്മസംതൃപ്തിയായി അവിടുന്നടിയനിൽ നിറഞ്ഞാലും മനസ്സിലുണരൂ ഉഷസന്ധ്യയായി കനിവിൻ കാഞ്ചന കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ പകരൂ കാഞ്ചന കതിർമാല ചൊരിയൂ കലയുടെ വർണ്ണങ്ങൾ പകരൂ കേളി കലയുടെ തരംഗമാല മേളയിലെന്നെയും ലയിപ്പിക്കൂ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി മായാമോഹിനി സരസ്വതി നാഗസദസിലെ നവരത്ന വീണയിൽ നാദം തുളുമ്പുമീ നവരാത്രിയിൽ മനസ്സിലുണരൂ ഉഷസന്ധ്യയായി സർഗോത്സവേദി
ഇത്രയധികം ധന്യമാക്കി തീർക്കാൻ ഇതുപോലൊരു സർഗോത്സവം അൽ നാസർ പോലൊരു വേദിയിൽ നമ്മളെ നടത്താൻ വിശാല മനസ്കതയോടെ നമ്മളെ അനുഗ്രഹിച്ച് സഹായിച്ച നമ്മുടെ സ്പോൺസേഴ്സിന് നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അതിനു മുമ്പായി മൈസ്മി ഡയറക്ടർ ലിജു, മറ്റ് സംഘാടക സമിതി അംഗങ്ങളായ ശ്രീ ജഗദീഷ്, ശ്രീ ദേവദാസ്, ശ്രീ രാജീവ്, ശ്രീ വിജി ജോൺ എന്നിവരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇനി ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്ന വ്യക്തിത്വം കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവിൽ നിന്നും UAE-യിലെത്തി ശ്രീ മുള്ളിക്കോട്ട് മുസ്തഫ ആൽസിറാജ് ഗ്രൂപ്പ് ഇന്റർനാഷണലിന്റെ ചെയർമാനാണ്. കൂടാതെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് തളിപ്പറമ്പ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന MM നോളജ് ഫൗണ്ടേഷന്റെ സാരഥി കൂടിയാണ്. വ്യവസായ രംഗത്തെ കഠിന പരിശ്രമത്തിലൂടെ താൻ നേടിയെടുത്ത സാമ്പത്തിക അഭിവൃദ്ധിയെ സമൂഹത്തിലെ പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനുള്ള ഉദാര സഹായങ്ങളാക്കി ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമാണ് ശ്രീ മുള്ളിക്കോട്ട് മുസ്തഫ. സ്നേഹാദരങ്ങളോടെ സർഗോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ശ്രീ മുള്ളിക്കോട്ട് മുസ്തഫയെ. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ മുൻ പ്രസിഡന്റും നിലവിൽ ഓവർസീസ് കോർഡിനേറ്ററും മലബാറിന്റെ വ്യവസായ വികസന രംഗത്ത് പതിറ്റാണ്ടുകളായി ക്രിയാത്മക ഇടപെടലുകളുമായി നീങ്ങുന്ന NMCC-യുടെ തളിപ്പറമ്പിൽ ആരംഭിക്കുന്ന തപസ് ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തന പങ്കാളി കൂടിയാണ് ശ്രീ മഹേഷ് ബാലിക. NMCC സാരഥി ശ്രീ മഹേഷ് ബാലികയെ സ്നേഹാദരങ്ങളോടെ സർഗോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നോർത്ത് മലബാർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ സെക്രട്ടറി ശ്രീ ദീപകിനെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മളോട് സഹകരിക്കുന്ന പ്രിസിഷൻ ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ ഹരീഷ് നമ്പ്യാരെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മറ്റൊരു മേജർ സ്പോൺസറായ അദ്ദേഹത്തെ റെപ്രസെന്റ് ചെയ്ത് ശ്രീ ദേവദാസ് മരാർ ഓൾറെഡി നമ്മുടെ സ്റ്റേജിലുണ്ട്. ശ്രീമതി ലക്ഷ്മി സന്തോഷ് റെപ്രസെന്റിംഗ് വൺ ഓഫ് അവർ സ്പോൺസർ ഉദയകുമാർ ഫ്രം സൗദി അറേബ്യ. സർഗോത്സവം ഇവിടെ ധന്യമാക്കി തീർക്കാൻ നമ്മളോട് സഹകരിച്ച നമ്മുടെ സ്പോൺസേഴ്സിന് മൊമെന്റോ നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. ശ്രീ മുള്ളിക്കോട്ട് മുസ്തഫയ്ക്ക് സ്നേഹാദരങ്ങളോടെ സർഗോത്സവ വേദിയിൽ മൊമെന്റോ നൽകുന്നതിനായി ശ്രീ ജഗദീഷിനെ ക്ഷണിക്കുന്നു. അടുത്ത മൊമെന്റോ നൽകുന്നത് ശ്രീ ഹരീഷ് നമ്പ്യാർക്ക് ശ്രീ ദേവദാസിനെ ക്ഷണിക്കുന്നു. ശ്രീ വിജി ജോൺ ലക്ഷ്മി സന്തോഷിന് മൊമെന്റോ നൽകുന്നു. ഈ പ്രമുഖ വ്യക്തിത്വങ്ങൾ നമ്മുടെ സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്ക് മറക്കാനാവാത്ത മറ്റൊരു കാര്യം കൂടെ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. കലാരംഗത്ത് പ്രവാസ ലോകത്തിന്റെ അഭിമാനമായി മാറിയ ശ്രീ വിനോദ് പട്ടുവത്തിനെ ഈ സർഗോത്സവ വേദിയിൽ ആദരിക്കുന്നു. തൻ്റെ ജീവിതം കലാപ്രവർത്തനങ്ങൾക്കായി സമർപ്പിച്ച അതുല്യ കലാകാരൻ. നാടകരംഗത്ത് രചന, സംവിധാനം, അഭിനയം തുടങ്ങി എല്ലാ മേഖലകളിലും മികവ് തെളിയിച്ച ശ്രീ വിനോദ് പട്ടുവം ഏറ്റവും നല്ല നടൻ, സംവിധായകൻ തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇതിനകം നേടിയിട്ടുണ്ട്. ഹ്രസ്വ ചലച്ചിത്ര രംഗത്തും സംവിധായകനായി സജീവമായി പ്രവർത്തിക്കുന്ന ശ്രീ വിനോദ് പട്ടുവം അലഹബാദിൽ നടന്ന ദേശീയ നാടക മത്സരത്തിലെ മികച്ച പ്രകടനത്തിന് രാഷ്ട്രപതിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ഈ പ്രതിഭാധനനായ കലാകാരനെ ഈ സർഗോത്സവ വേദിയിൽ വെച്ച് ആദരിക്കുന്നു. ശ്രീ വിനോദ് പട്ടുവം സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. മിസ്റ്റർ മുള്ളിക്കോട്ട് മുസ്തഫ വിനോദ് പട്ടുവത്തെ പൊന്നാട അണിയിച്ച് ആദരിക്കുന്നു. താങ്ക് യു വെരി മച്ച് ജെന്റിൽമെൻ. എന്നെന്നും നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന, നമ്മളുടെ എല്ലാ കാര്യങ്ങൾക്കും എന്നെന്നും കൂട്ടായി നിൽക്കുന്ന ഒരു മഹത് വ്യക്തിത്വം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ആദരിക്കുന്നതിനായി ഈ സർഗോത്സവ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കണ്ണൂർ ജില്ലയിലെ
തളിപ്പറമ്പിനടുത്ത് പട്ടുവം ഗ്രാമത്തിൽ നിന്നും UAE-യിലെത്തി അഡ്വർടൈസിംഗ് മീഡിയ രംഗത്തെ പ്രഥമ സ്ഥാനീയരായ MEC-യുടെ CEO പദവി അലങ്കരിക്കുന്നു. കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിക്കപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ പവർഫുൾ ബിസിനസ്മാൻമാരുടെ പട്ടികയിൽ സ്ഥാനം നേടിയ 10 മലയാളികളിൽ ഒരാൾ. ബിസിനസ് രംഗത്തോടൊപ്പം സമൂഹത്തിൽ ആവശ്യത അനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നും തൻ്റെ പ്രഥമ കർത്തവ്യമായി കരുതുന്ന ശ്രീ മോഹൻ നമ്പ്യാർ. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ സജീവ സാന്നിധ്യവുമാണ് അദ്ദേഹം. നിറഞ്ഞ സ്നേഹാദരങ്ങളോടെ സർഗോത്സവ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ മോഹൻ നമ്പ്യാരെ മൊമെന്റോ നൽകി ആദരിക്കുന്നതിനായി ശ്രീ വിജി ജോണിനെയും ശ്രീ ജഗദീഷിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മൊമെന്റോ നൽകുന്നതിനായി ശ്രീ വിജി ജോണിനെയും ശ്രീ ജഗദീഷിനെയും. താങ്ക് യു. മോനോട് 2 വാക്ക് ഞങ്ങളോട്. എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ എന്താ പറയുക, ഗുഡ് ഈവനിങ്. ഇവിടെ എത്തിപ്പെടാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് തിരക്കുള്ള ദിവസമായിരുന്നു. എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ എല്ലായിടത്തും പറഞ്ഞായിരുന്നു ഇവിടെ എങ്ങനെയെങ്കിലും ഞാൻ എത്തും, എത്ര മണിക്ക് എത്തും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞായിരുന്നു. എല്ലാ വർഷത്തെ പോലും ഈ വർഷം ഇവിടെ എത്താൻ പറ്റിയതും നിങ്ങളുടെ കൂടെക്ക് കുറച്ച് സമയം ചെലവഴിക്കാൻ പറ്റുന്നതും വളരെ ഒരു അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഇവർ പറഞ്ഞ മാതിരി ജീവകാരുണ്യ പ്രവർത്തനം കാര്യങ്ങളൊക്കെ അത് നമ്മുടെ എല്ലാവരും ഓരോരുടെ കടമയാണ്. പക്ഷെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് ചെയ്യുന്നത് എല്ലാ വർഷവും ഞാൻ എല്ലാ വേദികളിലും സംസാരിക്കുന്ന സമയത്ത് പറയുന്ന ഒരു കാര്യം മാത്രമാണ്. നമ്മുടെ ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് ഞാൻ അതിനെ എടുത്ത് കാണുന്നത്. കാശ് നമ്മൾ ഉണ്ടാക്കിയിട്ട് വന്നതല്ല, കാശ് നമ്മൾ ഉണ്ടാക്കുന്നതാണ്. ആ കാശ് ഉണ്ടാക്കുന്നതിൽ ബാക്കി ആർക്കെങ്കിലും എന്തേലും കുറച്ച് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അത് അമ്മ പറഞ്ഞു തന്ന കാര്യമാണ്. എന്നും ഞാനത് നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇന്നിവിടെ ഒരു സംഗീത പരിപാടിയും കാര്യങ്ങളൊക്കെ വെച്ചതുകൊണ്ട് അതെല്ലാവരും കൂടി ഇന്ന് അടിച്ചു പൊളിക്കുക, നന്നായിട്ട് എൻജോയ് ചെയ്യുക. എന്നിട്ട് എല്ലാവർക്കും എൻ്റെ വൺസ് അഗെയിൻ സ്നേഹം നിറഞ്ഞ ആശംസകളും. നന്നായിട്ട് പ്രോഗ്രാം എൻജോയ് ചെയ്യുക. താങ്ക് യു വെരി മച്ച് മോനോട്ട. പച്ചപ്പുൽ ചാടി, മഞ്ഞപ്പുൽ ചാടി, ചമലപ്പുൽ ചാടി, പുള്ളിപ്പുൽ ചാടി.